ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഒരു ഡെയിലി നോർമൽ ഒരു റുട്ടീനാണ് കേട്ടോ. ഇത് ലാസ്റ്റ് വീക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആയിരുന്നു. ഇങ്ങനെ അത് ഞാൻ ആദ്യം ഒരു വോയിസ് ഓവർ കൊടുത്തു, ഡിലീറ്റ് ചെയ്തു, പിന്നെ ഒരു വോയിസ് ഓവർ കൊടുത്തു, ഡിലീറ്റ് ചെയ്തു, അങ്ങനെ ഇരിക്കുവാണ്. ആദ്യം ഞാൻ യൂഷ്വലായിട്ടുള്ള നമ്മളുടെ സാധാ ഡെയിലി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞാനിവിടെ ഒരു 1.5-2 വർഷത്തോളം ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഒരു ജോലിയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന് മുന്നേ എനിക്ക് എങ്ങനെയൊക്കെയാണ് ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടുത്തെ എക്സ്പീരിയൻസ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബ് തുറന്നാലേ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് UAE ജോബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു ലോഡ് കണക്കിന് അങ്ങനത്തെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേര് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചു, അത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഇട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല അവർക്ക് ഉണ്ടായിരിക്കുക, അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല എനിക്കുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിക്കോട്ടെ, കാണുന്ന ഒരാളെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നതിൽ നിന്നും ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ടൊക്കെ ഒരു സംസാരിക്കാം, ചിറ്റ് പോലെ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എൻ്റെ ഫുൾ സൈസ്, എൻ്റെ തല എൻ്റെ ഫുൾ സൈസാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം ഒരു ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ ഞാനിരുന്ന് സംസാരിച്ചാൽ അത് ഡബിൾ ബോറടി ആയിരിക്കും. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നടന്നോട്ടെ, കൂടെ ഞാനും കൂടെ സംസാരിക്കാമെന്ന് വിചാരിച്ചാട്ടോ. ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കും അറിയില്ല. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ദുബായിലോട്ട് വരണത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. 2021 സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സെപ്റ്റംബർ 26. ഞാൻ ആ ഡേറ്റ് മറക്കില്ല, കാരണം കുറേ നാളെ കാത്തിരുന്നതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറേ നാളല്ല കേട്ടോ, ഒരു 6-8 മാസം. കാരണം ആ സമയത്തൊക്കെ കൊറോണയൊക്കെ വന്നിട്ടേ നമ്മൾ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങോട്ടേക്കും വരാൻ പറ്റണില്ല, ഏട്ടൻ അങ്ങോട്ടേക്കും വരാൻ പറ്റണില്ല. കാരണം നമ്മളുടെ എയർപോർട്ടൊക്കെ അടച്ചിട്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതായത് വലിയൊരു കൊറോണയുടെ സംഭവമല്ല, ആ കൊറോണയൊക്കെ ഒന്ന് ശമനമായതിന് ശേഷം പിന്നെയും വന്നിട്ട് കുറച്ച് നാൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റാനുണ്ടായിരുന്നില്ല, അങ്ങനെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ 2021 സെപ്റ്റംബറിൽ നമ്മളുടെ UAE മണ്ണിൽ കാലുകുത്തി. അപ്പോൾ ആദ്യം നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് കരാമയിലായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമ്മളുടെ ഇവിടെ എക്സ്പീരിയൻസും കൂടെ നമുക്ക് പറയാം, ജോലിയുടെ മാത്രം ആക്കണ്ട. കരാമയിൽ ഏറ്റവും ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു പാർട്ടീഷനായിരുന്നു. അത് ഒരു അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. റൂമും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരും അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല എനിക്ക്. പിന്നെ നമ്മൾ അപ്പോഴേ തന്നെ ഇങ്ങനെ ജോലിയൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് പോലെ ഞാൻ CV ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മളുടെ അഡ്രസ്സും ഞാൻ ഫോൺ നമ്പറൊക്കെ നമ്മൾ സിമ്മൊക്കെ എടുത്തുമല്ലോ, നമ്മുടെ നാട്ടിലെ നമ്പർ വെച്ചിട്ട് ഒരിക്കലും നമ്മളുടെ CVയിൽ നമ്മൾ കൊടുക്കരുത്, യൂസ് ഉണ്ടാവില്ല. നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറും ഇവിടുത്തെ അഡ്രസ്സും തന്നെ നമ്മളതിൽ വെക്കണം. അങ്ങനെ നമ്മളിവിടെ വന്ന് CV ഒക്കെ അപ്ഡേറ്റ് ചെയ്തു. ഏട്ടൻ അറിയുന്ന ആൾക്കാർക്കൊക്കെ CVs ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ഞാനാണെങ്കിലും എനിക്ക് ഇവിടെ ആ സമയത്ത് 1-2 പേരെ പരിചയം ഉണ്ടായിരുന്നു, അവർക്കും അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മളുടെ ഇങ്ങനത്തെ ജോബിൻ്റെ പോർട്ടൽസൊക്കെ ഉണ്ടല്ലോ, ഇൻഡീഡ്, ഡുബിസിൽ, ലിങ്ക്ഡിൻ, അങ്ങനെ അവിടെയൊക്കെ ചറപറ കണ്ണി കാണുന്ന എല്ലാത്തിനും ചിലപ്പോൾ ഞാനുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ജോബ് പൊസിഷൻസിന് വരെ ഞാൻ CV അയച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഇനി അവരുടെ കമ്പനിയിൽ എങ്ങാനും എനിക്ക് പറ്റുന്ന ജോലി ഉണ്ടായാലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്പോൺസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് ഒന്നും ആയിരുന്നില്ല. എനിക്ക് കോൾസ് വരുന്നുണ്ടായിരുന്നു, മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു, മെയിൽസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഈ മിക്കതും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് കൺസൾട്ടൻസിയാണ്. അപ്പോൾ അന്നത്തെ ഒരു ഇതിൽ എനിക്കത് കൺസൾട്ടൻസി ആണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ചിലതൊന്നും നമുക്ക് കാണുമ്പോൾ കൺസൾട്ടൻസി ആണെന്ന് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടിയൊക്കെ പോകും. അന്നൊക്കെ ഏട്ടന് ഫുൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. വൈകുന്നേരം ഒരു 3 മണിക്കൊക്കെ പോകണ്ടായിരുന്നത്. അപ്പോൾ പാവം എൻ്റെ കൂടെ രാവിലെ ഒക്കെ ഉറക്കൊളിച്ച് വരുമായിരുന്നു. അതായത് 3 മണിക്ക് പോയിട്ട് 3 മണിക്കൊക്കെ ആയിരിക്കും വരണ്ടാവുക വെളുപ്പിന്. പക്ഷെ കുറച്ച് നേരം ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയിട്ട് ഏട്ടൻ എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിനൊക്കെ വരുമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് വരണതാണ്, പിന്നെ എനിക്ക് ഇച്ചിരി പേടി കൂടുതലാണ്. നാട്ടിലായിരുന്നെങ്കിൽ എല്ലാ കാര്യത്തിനും എൻ്റെ പിറകെ ഇങ്ങനെ എവിടെ പോയാലും പപ്പി ഇങ്ങനെ വരും. അപ്പം അതുകൊണ്ട് അങ്ങനെ സത്യം പറഞ്ഞ് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ അറിയുന്നുണ്ടായിരുന്നില്ല.
ഇപ്പോഴും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വലിയ സൂപ്പറായിട്ട് ചെയ്യുന്നൊന്നുമല്ല. അപ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ വരുമായിരുന്നു എല്ലാത്തിനും. പക്ഷെ നമ്മൾ അവിടെ ചില ദിവസങ്ങളൊക്കെ നമുക്ക് സങ്കടം വരും. നമ്മൾ ഏട്ടൻ ഇങ്ങനെ ഉറക്കം വിളിച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ദൂരേക്കായിരിക്കും ചിലപ്പോൾ റെഡി ആയിട്ടൊക്കെ പോവും. അവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് കൺസൾട്ടൻസിയാണ്. അവർ പറയുന്നത് ജോലി തരാം, പക്ഷേ 200 ദിർഹംസ്, 250, 300, 500 ദിർഹംസ് വരെ നമ്മൾ അവിടേക്ക് പൈസ കൊടുക്കുക, പിറ്റേ ദിവസം ഓഫർ ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടും. അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് അവർ നമുക്ക് തരുന്നത്. നമ്മൾ ടാറ്റ ബൈ ബൈ സീ പറഞ്ഞിട്ട് തിരിച്ചെത്തും. അപ്പം അങ്ങനെ ഈ സ്ഥലം ഞാൻ വന്നുപോയി, എവിടെയായിരുന്നു അത്, ഒരു 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 മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ മെട്രോ പിന്നെ ഞാൻ നോക്കുന്നത്, ആ മെട്രോ സ്റ്റേഷൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയിട്ടാണ്. ആ ഒരു ഏരിയയിൽ എനിക്ക് 2-3 തവണ ഇതുപോലെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അവരെല്ലാം ഏജൻസി ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതുപോലെ എനിക്ക് മെയിലോട്ട് കോൾ ലെറ്റർ വരുമ്പോൾ ഞാൻ നോക്കി കൺഫേം ചെയ്ത് ഏജൻസി അല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഇൻ്റർവ്യൂവിന് പോകാറുള്ളൂ. അങ്ങനെ എനിക്ക് കുറേ ഒരു 3-4 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജെനുവിനായിട്ട് എനിക്ക് ആകെക്കൂടെ ഇൻ്റർവ്യൂസ് കിട്ടിയിട്ടുള്ളത് 2 ഇൻ്റർവ്യൂസ് ആയിരുന്നു എനിക്ക് ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം എനിക്ക് കിട്ടിയത് നമ്മളുടെ ഒരു TV ചാനലിലായിരുന്നു. ഇവിടെ ലോക്കലായിട്ട് കുറേ ചാനൽസ് ഉണ്ടല്ലോ മലയാളികൾ നടത്തുന്നത്, അങ്ങനത്തെ ആയിരുന്നു. പക്ഷേ അത് അവർക്ക് എങ്ങനെ ഓക്കെ ആണോന്ന് കൺഫേം ആക്കുന്നത് അവർക്ക് ഒമാനിൽ പോയിട്ട് ഒരു ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഏട്ടൻ പറഞ്ഞു നീ വേണമെങ്കിൽ പോയിക്കോന്ന്. പക്ഷേ ഞാൻ ഇവിടോട്ട് വന്നത് ഏട്ടൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒമാനിൽ പോകണം. പിന്നെ അവർ പറഞ്ഞു ഇൻ കേസ് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഡെയിലി ഒന്നും വന്നിട്ട് വീട്ടിൽ പോകാനൊന്നും പറ്റില്ല. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഒമാൻ പോലെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ചിലപ്പോൾ 1 വീക്കൊക്കെ നമ്മൾ അവിടെ നിന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഷിഫ്റ്റൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചു അങ്ങനെ ഇങ്ങനെ മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കണം, എനിക്ക് നാട്ടിൽ നിന്നാൽ പോരെയെന്ന് ഞാൻ ആലോചിച്ചു. അതെൻ്റെ പേഴ്സണൽ കാര്യമാണ് കേട്ടോ. ചില ആൾക്കാർ പറയും നിനക്കതിന് പോയിക്കൂടായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് എപ്പോഴും കരിയറിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഫാമിലിക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതെൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. അതിന് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിനെ ഞാനും റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു നല്ല ഇൻ്റർവ്യൂ കിട്ടിയത് കരാമയിൽ തന്നെ ഒരു ഇൻഷുറൻസിൻ്റെ കമ്പനിയിൽ HR എക്സിക്യൂട്ടീവ് ആയിട്ടാണ് തോന്നുന്നു. അതെനിക്ക് താല്പര്യവും ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ കരാമയിലെ താമസിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫസ്റ്റ് റൗണ്ട് ഞാൻ ക്ലിയർ ചെയ്തു, സെക്കൻഡ് റൗണ്ട് ഞാൻ ക്ലിയർ ചെയ്തു, തേർഡ് റൗണ്ട് എന്നെ അവർ വിളിച്ചില്ല. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലിരുന്നിട്ടുണ്ടായിരുന്നേ. സെക്കൻഡ് റൗണ്ടും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് എന്തായാലും അത് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കറിയില്ല, സെക്കൻഡ് റൗണ്ടിൻ്റെ സമയത്ത് എൻ്റെ കൂട്ടത്തിൽ വേറൊരു നോർത്ത് ഇന്ത്യൻ കുട്ടി ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ആ കുട്ടി എന്നെക്കാട്ടിലും നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമായിരുന്നു, കുറച്ചും കൂടെ ആക്റ്റീവായിരുന്നു. ആളായിരുന്നു എലിജിബിൾ. അതുകൊണ്ട് ആൾക്ക് എന്നെ കിട്ടിയിട്ടുണ്ടാവും. അല്ല, ആൾക്കാണോ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനായിരുന്നു. എനിക്കത് താല്പര്യവും ഉണ്ടായിരുന്നു. നല്ലൊരു കമ്പനിയായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ കിട്ടിയില്ല. പിന്നെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കുമാണ്. ഇത് പറഞ്ഞിട്ട് അത് പറയാം. അത് എൻ്റെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ചേട്ടൻ അറിയുന്ന ഒരു കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് അത്ര നല്ല ഇതൊന്നും ആയിരുന്നില്ല. പക്ഷെ അവിടെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ്. പക്ഷേ ഞാൻ അവിടെ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. പിന്നെ എനിക്കിവിടെ നിൽക്കണം, ഏട്ടൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ എങ്ങനെയൊക്കെയോ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് അതൊന്നും ഞാൻ കിടക്കുന്നില്ല. എനിക്കവിടെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാനൊരു 2 വർഷത്തോളം അടുപ്പിച്ച് ഞാനവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ജോലി നോക്കണ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ നമ്മൾ കട്ടയ്ക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു ഫ്രഷർ എന്നുള്ള രീതിക്ക് ഇവിടെ ജോലി കിട്ടുക എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് ഞാനിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ല, വലിയ കാര്യമായിട്ട് തന്നെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്കാണ് നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കിപ്പം ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
ഈ അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയതാണ്. അപ്പം നിങ്ങൾ ഇതിപ്പോൾ 10 മിനിറ്റായി, 10 മിനിറ്റ് വരെ നിങ്ങൾ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കുക. അതിൻ്റെ കോപ്പി എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവങ്ങൾ നിങ്ങൾ വാങ്ങിച്ചിരിക്കുക. അതിൻ്റെ ഉള്ളിൽ എന്താണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നിങ്ങൾക്ക് അവർ തരണത്, അതിൽ പറഞ്ഞിരിക്കുന്ന സാലറി എന്തൊക്കെയാണ്, പെയ്ഡ് വെക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ലീവും കാര്യങ്ങളും എങ്ങനെയാണ്, പിന്നെ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ ഫെയറും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തതിന് ശേഷം മാത്രം ഓഫർ ലെറ്റർ സൈൻ ചെയ്തിട്ട് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്കിവിടെ യൂഷ്വലി നമ്മൾ 1 മന്ത് നമ്മൾ വെക്കേഷനൊക്കെ പോകൂലേ, അപ്പോൾ നമുക്ക് പെയ്ഡ് വെക്കേഷനാണ്. ആ സമയത്ത് വെക്കേഷൻ്റെ സമയത്ത് നമ്മൾക്ക് പൈസ കിട്ടും. അത് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താം. അത് നിങ്ങൾ ചോദിച്ചു, അതിൽ ഇത്ര വലിയ നാണക്കേടും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ 1 മന്ത് പെയ്ഡ് വെക്കേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക. പിന്നത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വിസ അടിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് പോരുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വിസയുടെ ചാർജസ് ആയിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്, അതായത് നമുക്ക് ഓഫർ ലെറ്റർ പ്രോപ്പറായിട്ട് തരുന്നില്ല, അല്ലെങ്കിൽ 1 മന്ത് പെയ്ഡ് വെക്കേഷൻ തരുന്നില്ല, വിസയുടെ ചാർജസ് കട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കമ്പനീസ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ എക്സ്പീരിയൻസ് വേണം, അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആകുമല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാം എന്നുള്ളവരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ജോയിൻ ആക്കിക്കോളൂ. അപ്പം ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു കമ്പനിയിൽ ജോയിൻ ആക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന അബദ്ധങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നല്ല കമ്പനിയിലൊക്കെ ആദ്യമേ തന്നെ കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം അടിപൊളിയായിരിക്കും. പിന്നെ എന്താണ്, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല നിങ്ങളിതിപ്പോൾ എത്ര പേര് ഈ വീഡിയോ കാണും, എത്ര പേര് ഈ വീഡിയോ ഫുൾ ഇരുന്ന് കാണുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ജോലി നോക്കുന്ന ആൾക്കാരും അടിപൊളിയായിട്ട് വേഗം ജോലിയൊക്കെ കിട്ടട്ടെ. ഇപ്പോൾ ജോലി ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് അടിപൊളിയായിട്ടുള്ളൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. പുതിയ സാലറി ഹൈക്കും കാര്യങ്ങളൊക്കെ ഉള്ള ജോലിയും പ്രൊമോഷൻസൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ. അപ്പം പിന്നെന്താ, അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.